നിങ്ങളുടെ മുടി ഇതേപോലെ വളർത്തിയെടുക്കണോ? ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇതേപോലെ നിങ്ങൾക്കും വളരും. നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എന്നെപ്പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നല്ല മുടി, അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവിടം വരെയുള്ള മുടി. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അത്രയൊന്നും വളർത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഞാൻ പറയാം ബെസ്റ്റ് ഹെയർ ഗ്രോത്ത് റെമഡി. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല തിക്ക് ഹെയർ വളർത്തിയെടുക്കാം. എൻ്റെ മുടിയുടെ മാറ്റം എന്നെപ്പോലും ഞെട്ടിച്ച്, അതും നല്ല ബേബി ഹെയർ ഒക്കെ വരുന്നത് കണ്ടിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പല കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടാത്ത മാറ്റം എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടി. അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മുടി വളരുന്നില്ല, മുടി പൊഴിച്ചിൽ, മുടി വളരുന്നില്ല, ഡാൻഡ്രഫ് ആണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ ഇത് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാം മാറ്റാം. നിങ്ങളുടെ മുടി നല്ലപോലെ വളർത്തിയെടുക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്ക്. നിങ്ങളുടെ മുടിയുടെ വളർച്ച കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. സമയം കളയാതെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഒരു ഹെയർ ഗ്രോത്ത് സംഭവമാണ്. ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ചതിന് ശേഷം, കഴുകിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ കാണാം മുടിയിൽ നിന്ന് ബേബി ഹെയർ വരുന്നത്. അടിപൊളി സംഭവമാണ്. 5 മിനിറ്റ് നിങ്ങൾ മുടി വെച്ച് കഴുകിയാൽ മതി. 5 മിനിറ്റ് നിങ്ങൾ സമയം മാറ്റി വെക്കുക നിങ്ങൾക്ക് വേണ്ടി, ആ ഒരു മുടി വളർച്ചയ്ക്ക് വേണ്ടി. 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കഴുകിയതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മുടിയെ ഫ്രീ ആയിട്ട് ഇടുക. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ മുടി പൊട്ടി വരുന്നതാണ്. എൻ്റെ പറയുന്നുണ്ട് പൊട്ടി വരുന്നുണ്ട്. ചെറിയ കുഞ്ഞ് ഹെയർ വരുന്നുണ്ട്. പൊട്ടി വരുന്നത് കാണാം. അത്രയ്ക്ക് നല്ല സംഭവമാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. പലരുടെയും ലോങ് ഹെയർ ഒക്കെ ഉണ്ടാവത്തില്ല, അവരൊക്കെ ചെയ്യുന്ന കാര്യം ഇതാണ്. ഒന്ന് ചെയ്ത് നോക്ക്. സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം. അതിലേക്ക് പോയാലോ? ഹെയർ ഗ്രോത്ത് കൂട്ടുന്ന ആ ഒരു കാര്യം തയ്യാറാക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ: 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ എന്നിവയാണ് വേണ്ടത്. ഇത് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ നമുക്കിത് പൊടിച്ച് എടുക്കണം. എന്തായാലും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ച് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇതാ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. നെല്ലിക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെല്ലിക്കയുടെ ജ്യൂസ് ചേർക്കാവുന്നതാണ്. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കേണ്ടതാണ്. സവാള നീര് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്. അതായത് നമ്മുടെ കാസ്ട്രോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കാസ്ട്രോൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതും 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അലവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അലവേറ ജെല്ല് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ അലവേറ ജെല്ലിൻ്റെ തണ്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അലവേറ ജെല്ലൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെക്കണം. 10 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകണം. നോർമൽ വാട്ടറിൽ കഴുകാവുള്ളൂ. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്ക്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ലൈവ് ചേഞ്ചസ് ഒക്കെ കണ്ടോ? ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണെന്നറിയോ? 1 മാസം കൊണ്ട് നിങ്ങൾക്കും നല്ല മുടി വളർത്തിയെടുക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് ചെയ്താൽ മതി. പലർക്കും ആഗ്രഹം കൊണ്ട് വെപ്പുമുടിയൊക്കെ വെക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം. പിന്നെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുക. മനസ്സും ശരീരവും ശാന്തപ്പെടുത്തി ഇരുത്തിയാൽ മതി. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് മാറ്റം കിട്ടും. എന്തായാലും ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കണേ. പിന്നെ എന്തായാലും കൂട്ടുകാരെ, നമുക്ക് പുതിയ വീഡിയോയുമായി കണ്ടാലോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒന്ന് പറയണേ.